ഭയങ്കര സന്തോഷമുണ്ട്. ജീവിതത്തിലെ ആദ്യമായിട്ടാണ് പ്രസ്ഥാനം മുന്നണിയുമൊക്കെ മത്സരിക്കാൻ ഒരു അവസരം തരുന്നത്. ആ അവസരം ഇങ്ങനെ ആകുന്നതിനകത്ത് വലിയ സന്തോഷമുണ്ട്. എന്ന് ഞാൻ പലകുറി സൂചിപ്പിച്ചു, ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇത്രയും ഭാഗ്യം കിട്ടിയ ആരെങ്കിലും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ജനങ്ങളെ കാണുക എന്നതിനപ്പുറം മറ്റൊരു ഉത്തരവാദിത്വവും എനിക്കുണ്ടായിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ബാക്ക് എൻഡ് വർക്കുകൾ എല്ലാം പ്രധാനപ്പെട്ട നേതാക്കന്മാർ അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തകർ അവരാണ് നേതൃത്വം കൊടുത്തതെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അത് അന്നിറങ്ങിയ ദിവസം തൊട്ട് ഈ ഏറ്റവും ഒടുവിലത്തെ ദിവസം വരെ ഈ കൗണ്ടിംഗ് ഡേ വരെ നേതാക്കന്മാരുടെ ഒരു വലിയ പിന്തുണ, അത് കേരളത്തിലെ പൊതുവായ നേതാക്കന്മാരുടെയും ഇപ്പോൾ പഞ്ചായത്തിൻ്റെയൊക്കെ ചുമതല പിന്നെ പാർട്ടിയുടെ സീനിയറായിട്ടുള്ള MLA മാരൊക്കെ പഞ്ചായത്തിൻ്റെ ചുമതലയും വാർഡിൻ്റെ ചുമതലയും ഒക്കെ ഏറ്റെടുത്ത് നടത്തുന്നു എന്നത് തൊട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പം തുടക്കം തൊട്ടൊടുക്കം വരെ 2 ജനപ്രതിനിധികൾ, ഒന്ന് പാലക്കാടിൻ്റെ മുൻ MLA ആയ ശ്രീ ഷാഫി പറമ്പിൽ, പിന്നെ പാലക്കാടിൻ്റെ MP ആയ ശ്രീ VK ശ്രീകണ്ഠൻ, അവരെല്ലാവരും ഒരു ടീമായിട്ട് ഇന്ന് പോലുമുള്ളൊരു ഒരു വേറെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി കിട്ടുമോ? അപ്പം ചീഫ് ഇലക്ഷൻ ഏജൻറ്റ് ഇവിടുത്തെ മുൻ MLA-യും MP-യുമായിട്ടുള്ള ആൾ, കൗണ്ടിങ് ഏജൻറ്റ് നിലവിലെ MP എന്ന് പറയുന്ന രീതിയിൽ പാർട്ടി എന്നെപ്പോലും സാധാരണ പ്രവർത്തകനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പം സാധാരണ പശ്ചാത്തലമുള്ള ആളുകൾക്ക് പ്രസ്ഥാനത്തിലേക്ക് വരാൻ വലിയ കരുത്താണ്. അതുപോലെ തന്നെ മുന്നണി എന്ന നിലയിൽ ഇപ്പം മുന്നണി എന്ന നിലയിൽ എല്ലാ നേതാക്കന്മാരും മുന്നണിയുടെ നേതാക്കന്മാർ ഇവിടേക്ക് എത്തിയത് പാണക്കാട് തങ്ങൾ, അതുപോലെ തന്നെ ശ്രീ NK പ്രേമചന്ദ്രൻ, ശ്രീ CP ജോൺ അടക്കം കേരള കോൺഗ്രസ് നേതാക്കന്മാരടക്കം എത്തി. അപ്പം ലീഗിൻ്റെയൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ശ്രീ PK ഫിറോസിനെ പോലൊരാൾ ഒരു പഞ്ചായത്തിൻ്റെ ചുമതല ഏറ്റെടുത്തിട്ട് ശ്രീ PK ഫിറോസ് ലീഗിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി മത്സരിക്കും പോലും ഇത്രയേറെ ദിവസം ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ചെലവഴിച്ചിട്ടില്ല. ഇലക്ഷനുകളിലൊക്കെ ലീഗ് മുൻപ് മത്സരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഇത്. പാലക്കാടിൻ്റെ വിജയമാണ് ഇത്. പാലക്കാട് ആഗ്രഹിച്ച വിജയം. ആഗ്രഹിച്ചതെന്ന് പറയുന്നത് എന്നെ ആഗ്രഹിച്ചു എന്നല്ല, പാലക്കാട് ആഗ്രഹിച്ചത് മതേതരത്വത്തിൻ്റെ വിജയമാണ്. പിന്നെ അതുപോലെ തന്നെ മുതിർന്ന നേതാക്കന്മാർ, അത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ തൊട്ട് കേരളത്തിൻ്റെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ K സുധാകരൻ, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, ശ്രീ രമേശ് ചെന്നിത്തല അടക്കം, ശ്രീ ശശി തരൂർ അടക്കമുള്ള മുഴുവൻ നേതാക്കന്മാരുടെയും, ശ്രീ K മുരളീധരൻ അടക്കമുള്ള മുഴുവൻ ആളുകളുടെയും വലിയ തോതിലുള്ള പിന്തുണ. ഇപ്പോൾ ചുമതലയുടെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പം ശ്രീ അൻവർ സാദത്ത് ഇപ്പം ഇപ്പോഴും ഒപ്പമുണ്ട്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും അധികം ഭൂരിപക്ഷം തന്നൊരു പ്രദേശത്തിൻ്റെ ചുമതലക്കാരനായിരുന്നു അദ്ദേഹം. ശ്രീ M വിൻസെൻ്റ് അടക്കം, അങ്ങനെ പേര് പറയാൻ പോയാൽ ആരുടെയെങ്കിലുമൊക്കെ പേരുകൾ വിട്ടുപോകും. എല്ലാവരും ഇത് കൂട്ടായ്മയുടെ, മുന്നണിയുടെ കൂട്ടായ്മയുടെ വിജയമാണ്. ഇത് പാലക്കാട് ഒറ്റക്കെട്ടായി നിന്നതിൻ്റെ വിജയമാണ്. അങ്ങനെയല്ല കമന്റ് ചെയ്യരുത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം ഈ ഭൂരിപക്ഷത്തിൻ്റെ നമ്പറിനേക്കാളൊക്കെ ആധികാരികമായ വിജയം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു തുടക്കക്കാരനാണ്. അപ്പം ഞാനൊക്കെ സംഘടനാ പ്രവർത്തനം കണ്ടുപിടിച്ചത് വിശ്വട്ടനെ പോലുള്ള ആളുകളിൽ നിന്നാണ്. അപ്പം പുള്ളിയൊക്കെ അടുത്ത് നിൽക്കുന്നു. ഇപ്പം പാലക്കാട്ടേക്ക് വരുമ്പം പുതുപ്പള്ളി വരെയുള്ള യാത്രയിൽ വിശ്വട്ടുണ്ടായിരുന്നു. ഇപ്പം റിസൾട്ട് വരുമ്പോൾ വിശ്വട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും ആരെയും നമ്മൾ മാറ്റി നിർത്തും. അപ്പോൾ എല്ലാവരുടെയും കൂടെ വിജയമാണ്. അപ്പം പാലക്കാടിൻ്റെ വലിയ വിജയമാണ്. പാലക്കാട് എല്ലാ മേഖലയും ചേർന്ന് വരുന്നൊരു വിജയമല്ലേ, എല്ലാ വിഭാഗക്കാരും. എപ്പോഴും പാർട്ടി പ്രവർത്തകരുടെ, ഞാനൊരു പാർട്ടി പ്രവർത്തകനാണ്, സാധാരണ പാർട്ടി പ്രവർത്തകനാണ്. വിശ്വട്ടൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വിശ്വട്ടൻ്റെ കുടുംബത്തിൽ നിന്ന് പഞ്ചായത്ത് പോലും ഇല്ല, അതുപോലെ കുടുംബത്തിൽ നിന്ന് ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വികാരങ്ങളെല്ലാം പാർട്ടി പ്രവർത്തകൻ്റെ വികാരമാണ്. അപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളെ വഞ്ചിച്ചിട്ട് പോകുന്ന ഒരാളോട് അങ്ങനെ എളുപ്പം സമരസപ്പെടാൻ പാർട്ടിയുടെ പ്രവർത്തകർ ആഗ്രഹിക്കില്ല. ആ പ്രവർത്തകരുടെ വികാരത്തിനോടൊപ്പമാണ് ഞാൻ. അല്ല, അത് തീർച്ചയായിട്ടും ഇപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് കൈ കൊടുത്തിരുന്നു. ആ ചോദ്യത്തിന് പ്രസക്തിയല്ലോ. അദ്ദേഹത്തെ മേളിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹത്തിന് കൈ കൊടുത്തിരുന്നു. അല്ല, അതിനെപ്പറ്റി എനിക്കറിയില്ല. ഞാനങ്ങനെ അധിക്ഷേപിക്കാനില്ല. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലും അധിക്ഷേപിച്ചിട്ടുള്ള ഒരാളല്ല. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അപ്പം നിങ്ങൾ തന്നെ വിലയിരുത്തണം എന്തെല്ലാം അധിക്ഷേപങ്ങൾ എനിക്ക് കേൾക്കേണ്ടി വന്നു. തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിൽ നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ അതിനെപ്പറ്റി ഇപ്പോഴും കമൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എന്നെ കള്ളപ്പണക്കാരനാക്കിയില്ലേ? ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിലല്ലേ ഒരു സ്ഥാനാർത്ഥിയോട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഒരു മനുഷ്യനോട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? കള്ളപ്പണ ഇടപാടുകാരനാക്കിയില്ലേ? അതൊക്കെ പാലക്കാട്ടെ ജനം കാണുമെന്ന് ഞാൻ അന്നേ പറഞ്ഞില്ലേ. സ്ഥാനാർത്ഥികൾ എന്നെ കുട്ടിക്കുരങ്ങാന്ന് വിളിച്ചില്ലേ, സ്ഥിരബുദ്ധിയില്ലാത്തവരെന്ന് വിളിച്ചില്ലേ. ഞാൻ അന്നൊന്നും പ്രതികരിച്ചില്ലല്ലോ. എനിക്കന്ന് വേണമെങ്കിൽ വന്ന് അതിവൈകാരികമായി നിങ്ങളുടെ മുന്നിൽ പൊട്ടിക്കരയാൻ ഞാൻ കരഞ്ഞില്ലല്ലോ. പാലക്കാട്ടെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇത് തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴും ഞാൻ പറയുന്നു, തെരഞ്ഞെടുപ്പ് വ്യക്തികൾ തമ്മിലുള്ള
അപ്പോൾ ഇത്ര വലിയ ഭൂരിപക്ഷം കിട്ടുമ്പം അത് വ്യക്തിപരമായി എനിക്ക് കിട്ടുന്ന എന്തോ വ്യക്തിപ്രഭാവത്തിൻ്റെ വോട്ടല്ല. ഈ വോട്ടിനകത്ത് ഒരുപാട് രാഷ്ട്രീയമാണ്. അപ്പോൾ അതുകൊണ്ട് മേലിലെങ്കിലും CPM ഉം BJP-യും ഒരു തെരഞ്ഞെടുപ്പ്, ഞാനൊരു തുടക്കക്കാരനാണ്, അവരൊന്നും ഉപദേശിക്കാനാണല്ല, മേലിലെങ്കിലും CPM ഒരു തെരഞ്ഞെടുപ്പ് നടത്തും. വ്യക്തി അധിക്ഷേപത്തിൽ നിന്ന് മാറി രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം അവരെന്താ വിചാരിച്ചത്, വിവാദങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് രാഷ്ട്രീയമൊന്നും ഉണ്ടാകില്ല. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ജനങ്ങൾ ചർച്ച ചെയ്യുക അവരവരുടെ രാഷ്ട്രീയം തന്നെയാണ്. ആ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നു, അതിൻ്റെ വിജയമാണ്. അപ്പം മേലിലെങ്കിലും ഇതൊരു പാഠമായിരിക്കും. സത്യത്തിൽ പറഞ്ഞു, എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന്. എനിക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല.